രമ്യ, കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആ വലിയ പരിപാടിക്കിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനുള്ള ദിവ്യ ഉണ്ണി അടക്കമുള്ള ആളുകളുടെ വലിയ പരിപാടിക്കിടെ ശ്രീമതി ഉമാ തോമസ് അവർ തെറിച്ച് വീഴുന്ന വലിയ രംഗം ഇപ്പോൾ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വീഡിയോ തന്നെ വന്നിട്ടുണ്ട്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളും ആ വീഡിയോ കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. അതെ, നമ്മളും കാണിച്ചിട്ടുണ്ട്. എന്തായാലും അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എത്ര തരത്തിലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളത്. അത് കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ അന്ന് കാഴ്ച കണ്ടതാണ്, പക്ഷേ എങ്കിൽ പോലും അത് എങ്ങനെയാണ് ഇത് പറഞ്ഞറിയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, ആ വേദിയിലെ പിഴവുകളൊക്കെ മനസ്സിലാവും അല്ലേ. വലിയൊരു MLA-യുടെ ജീവനെ തന്നെ ബലി കൊടുക്കുകയായിരുന്നു ഇവരുടെ ഒരു ആർത്തി, അല്ലെങ്കിൽ ഈ അഴിമതി എന്ന് പറയണ്ടേ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ സംഘടനാ പ്രവർത്തകനുമാണെന്ന് തോന്നുന്നു. ഇന്നലെ വന്നിരുന്ന ഏതോ ചാനലുകളിൽ, എല്ലാ ചാനലുകൾക്കും ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അയാളെ പേരെനിക്കറിയില്ല. നിഗോഷ്. അതാണ് ആ കഥാപാത്രം അല്ലേ? പേര് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഈ നിഗോഷ് ആണ് ഈ പറയുന്ന ആദ്യം ഈ പരാതി, ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പരാതി പറഞ്ഞ അരുൺദേവിനോട് അരുൺദേവിനെ വിളിച്ചിട്ട് പച്ചത്തെറി അരുൺദേവിനെ വിളിച്ചത്. അയാൾ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ കുറേ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ അറിയാം പക്ക ഉടായ്പാണ്. ഈ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന് സംസാരിക്കുന്നതാണ് ഇത് എന്നുള്ളത്. 390 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് വിൽക്കുന്നു. കല്യാൺ സിൽക്സ് പോലും പ്രതിക്കൂട്ടിലാണിപ്പോൾ. അല്ല, അവർ പറഞ്ഞു ഞങ്ങൾ 390 രൂപയ്ക്ക് കൊടുത്ത ഒരു സാരിക്ക് ഒരു കുട്ടിയുടെ നിന്ന് വാങ്ങിച്ചത് 1600 രൂപ. 1600 മൈനസ് 390 ഒന്ന് കണക്ക് കൂട്ടിയേ 1000 എത്ര ഉണ്ടാവും ലാഭം? ഓരോ കുട്ടിക്കും 12,000 പിള്ളേരാണ്. അപ്പോൾ ഈ 12,000 ആളുകളിൽ നിന്ന് ഈ തുക വാങ്ങി 3,500 മുതൽ 8,500 വരെ രജിസ്ട്രേഷൻ ഫീസ് പണം അനുസരിച്ചാണ്. ഓരോ ഡാൻസ് സ്കൂളിന്റെ പണം ഉണ്ട്. ഡാൻസ് സ്കൂളിന്റെ പണം അനുസരിച്ച് ഒരു തുള്ളി വെള്ളം പോലും ഈ നാറികളാ വന്ന കുട്ടികൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ആ നൃത്തത്തിൽ പഠിക്കാനുണ്ട്. ദിവ്യ ഉണ്ണിയും ദിവ്യ ഉണ്ണിയുടെ അനിയത്തിയും സെലിബ്രിറ്റികളും മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ? ആഹാരം കഴിച്ചാൽ മതിയോ? നല്ല വസ്ത്രം ധരിച്ചാൽ മതിയോ? ഈ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ്, സർക്കാരിൻ്റെ പരിപാടി എന്ന് പറഞ്ഞ് മക്കളെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന രക്ഷിതാക്കൾ, വളരെ പ്രതീക്ഷയോടെ വന്ന കുഞ്ഞുങ്ങൾ, അവരൊക്കെ ആരാ വിട്ടികളോ? ഇവനൊക്കെ 10-11 കോടി തട്ടിച്ചെടുക്കാനായി ഈ കുട്ടികളെ ബലിയാടാക്കി. ഒപ്പം ഒരു MLA ഇവൻ്റെയൊക്കെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വേദി, ഇപ്പം രാത്രിക്ക് രാമായണ തട്ടിക്കൂട്ടിയ ഒരു വേദി, ഒരു MLA-യും ഒരു MP-യും ഒരു മന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വരുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുക്കുന്ന, നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയുടെ സ്റ്റേജിന് ഇത്രത്തോളം സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാക്കിയെങ്കിൽ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ പരിപാടിയുടെ ലക്ഷ്യം? ദിവ്യ ഉണ്ണിക്ക് വേൾഡ് റെക്കോർഡ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കുറെ ആളുകളെ ബലിയാടാക്കി എന്നതിനപ്പുറം ഒരു MLA-യുടെ ജീവൻ കൂടി അപഹരിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ, ഈ പരിപാടി പോയി എന്നുള്ളത് തന്നെ. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല? ദിവ്യ ഉണ്ണി ഇന്ന് ചോദ്യം ചെയ്യും, നാളെ ചോദ്യം ചെയ്യും, മറ്റന്നാൾ ചോദ്യം ചെയ്യും എന്ന് പറയുന്നു. ദിവ്യ ഉണ്ണി എന്തുകൊണ്ട് പൊതു ഇടത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഇതിന്റെ പിന്നിലെ കൃത്യമായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്? എന്താണ് അവർ പറയുന്നത്? അല്ല, അവർ ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് തന്നെ പറ്റിച്ചതാണ് എന്ന നിലയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് തന്നെ ഉപദ്രവിക്കാനുള്ള ആളുകൾ ഒരുപാടുണ്ടായിരുന്നു, തൻ്റെ ഈ ഒരു അവസരം മുതലാക്കിയെടുക്കുകയായിരുന്നു, താൻ അതിൽ നിന്ന് തനിക്ക് റെമ്യൂണറേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന തട്ടിപ്പുള്ളൊന്നും തനിക്ക് പങ്കില്ല, താൻ അതിൻ്റെ ഒരു ഭാഗമായി മാറുക മാത്രമാണ് ചെയ്തത്, എൻ്റെ പേരിലല്ല ഗിന്നസ് റെക്കോർഡ് വരുന്നത്, മൃദംഗവിഷൻ്റെ പേരിൽ, ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാണ് വരുന്നത് എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്. പക്ഷേ അവർ പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയമാണ് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. മൃദംഗവിഷന് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കി കൊടുക്കാനായി ഇത്രയും കുട്ടികളെ ദിവ്യ ഉണ്ണിയുടെ പേര് പറഞ്ഞ് ബലിയാടാക്കിയത് എന്തിനാ? മൃദംഗവിഷന് വേൾഡ് റെക്കോർഡ് വേണമെങ്കിൽ അതിന്റെ പൂർണ്ണ ചിലവും വഹിക്കേണ്ടത് മൃദംഗവിഷനാണ്, അല്ലേ? നമുക്ക് വേൾഡ് റെക്കോർഡ്, ഇപ്പോൾ ഒരു സ്കൂളിന് വേൾഡ് റെക്കോർഡ് വേണം. ആ വേൾഡ് റെക്കോർഡ് വേണമെങ്കിൽ അതിന്റെ ഫുൾ ചെലവും വഹിക്കേണ്ടത് ആരാ? തമിഴ്നാട് സർക്കാർ ഈ ഇത്തരത്തിലൊരു പരിപാടി നടത്തി വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. അവിടുത്തെ ഫുൾ ചെലവും വഹിച്ചത് ആരാ? ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പേര് പറഞ്ഞല്ലേ ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചു കൂട്ടിയത്. ഒരു MLA വീഴുന്ന രംഗമാണ്. ഒരു നീല റിബൺ കെട്ടി 2 കമ്പിയും
ആ MLAക്ക് കാല് തെറ്റിയപ്പോൾ ഒന്ന് പിടിക്കാനുള്ള സൗകര്യം പോലും ഒരുക്കിയിട്ടില്ല. 15 അടി താഴ്ചയിൽ നിന്ന് താഴെ സ്ലാബിലേക്കാണ് ആ MLA വീണത്. അവരുടെ ഭർത്താവിൻ്റെ ആത്മാവിൻ്റെ പുണ്യം കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണോ, അവരെ ജയിപ്പിച്ച തൃക്കാക്കരയിലെ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണോ, അവരെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടാണോ അവർ കണ്ണു തുറന്നു നേരിയ പുരോഗതി ആരോഗ്യത്തിലുണ്ട് എന്ന് പറയുന്നു. മറിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിലോ ഇവന്റെ ഒക്കെ വേൾഡ് റെക്കോർഡിനെ കൊണ്ടുപോയി നാട്ടുകാർ എടുത്തിട്ട് കത്തിക്കില്ലേ? ഒരു കുഞ്ഞാണ് അവിടെ തീർച്ച വീണതെങ്കിലോ ജീവൻ പോകും, ഉറപ്പല്ലേ? ഒരു കുഞ്ഞിന് ഇത്രത്തോളം പിന്നെ ശക്തിയായി വീണാൽ അതിന്റെ ശരീരത്തിന് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടോ ഒരു കുഞ്ഞിന്? തീർന്നില്ലേ? 1600 രൂപയുടെ സാരിക്ക് ഇവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? 300 രൂപ 390 രൂപയുടെ സാരിക്ക് 1600 രൂപ മേടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന നിഘോഷ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 390 രൂപ എന്ന് മാത്രമാണ് പറഞ്ഞത്, ബാക്കി എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും 1600 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ടീച്ചർമാരാണ്. അതായത് ഇവരെ കൊണ്ടുവന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ടീച്ചർമാരാണ് ഓരോ കുട്ടികളായിട്ട് കൊണ്ടുവരുന്നത്. ആ ടീച്ചർമാരാണ് ബാക്കി പണം വാങ്ങിച്ചത്. ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നതിൽ 900 രൂപ കമ്മീഷനുണ്ട്. അതുകൊണ്ട് മാക്സിമം കുട്ടികളെ കൊണ്ടുവരാൻ പല സ്കൂൾ പിന്നെ ഈ പറയുന്ന ഡാൻസ് ടീച്ചേഴ്സും ശ്രമിച്ചു എന്നുള്ളതാണ്. ബാക്കി തുക തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് എന്ന് പറഞ്ഞ് നേരെ ഈ ടീച്ചർമാരുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയാണ്. മാഫിയാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചർമാർ കുട്ടികളെ കൊണ്ടുവന്ന് മാഫിയ കളിക്കുന്നു. പിന്നെ മൃദംഗ വിഷനെന്നും മൃദംഗ നടനമെന്നും പറഞ്ഞിട്ട് കുറേമാർ ഒരു ഭാഗത്ത് നിന്ന് മാഫിയ കളിക്കുന്നു. ദിവ്യ ഉണ്ണി പറയുന്നു എനിക്കിതിൽ ആരെക്കുറിച്ച് ഒരു പിടിപാടുമില്ല, ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ മുൻനിർത്തിയാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ട സാമാന്യ ബോധം നമുക്ക് വേണ്ടേ? എൻ്റെ പേരിലാണ് ഇവർ ഈ റെക്കോർഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവർ ഏതൊക്കെ പേരിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. എനിക്കൊരു 1 കോടി രൂപ എനിക്ക് തന്നു, എൻ്റെ റെമ്യൂണറേഷൻ അതാണ്. അപ്പം ഞാൻ ദിവ്യൗണി അത്രയും വാങ്ങിയെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ പണം എനിക്ക് കിട്ടി. ഇനി ബാക്കിയുള്ളവർ വെള്ളം കുടിക്കുകയോ ചാവുകയോ വീഴുകയോ എന്ത് തേങ്ങ ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? ഇവരല്ലേ ആ മൃദംഗ വിഷന് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കി കൊടുത്തത്? അല്ല, ഇത്രയും പണം വാങ്ങിയിട്ട് അവർ കുട്ടികൾക്ക് ലഘുഭക്ഷണം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് ക്ഷീണം വരുമല്ലോ, ഒരുപാട് ദൂരെ നിന്ന് ഈ വന്ന് വാഹനങ്ങളിലൊക്കെ വന്ന ആളുകളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന ആൾക്കാരുണ്ട്, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ലഘുഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ആ ലഘുഭക്ഷണം എന്താണെന്നറിയോ? ഒരു പേക്ക് ബിസ്ക്കറ്റും ഒരു മായും ഞങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. 50,000 പേക്ക് കുടിവെള്ളവും ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറയുന്നത്. കേരളത്തിലെ DGPയോ അന്വേഷിക്കാൻ? അല്ല, ഇവർക്ക് ഇത്ര പൈസ ഒരാളോട് വാങ്ങി ഒരു കുട്ടിക്ക് ചെറിയൊരു ഉപ്പുമാവെങ്കിലും കൊടുക്കാനുള്ള കാണിച്ചില്ലല്ലോ. ഇതിന് മറുപടി പറയേണ്ടത് ടീച്ചർമാരാണ്. 390 രൂപയാണ് സാരിക്കെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ബാക്കി പണം മുക്കിയത് നൃത്ത അധ്യാപകരാണെങ്കിൽ ആ അധ്യാപകർ മുന്നിൽ വന്ന് പറയണം ഞങ്ങൾ അത്തരത്തിൽ കുട്ടികളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നൃത്ത അധ്യാപകരാണോ കുഞ്ഞുങ്ങളിൽ നിന്ന് ഈ 1600 രൂപ? അപ്പൊ ഈ 3500 രൂപ രജിസ്ട്രേഷൻ ഫീസോ? അതെ, 3500 രൂപയിൽ നിന്നാണെന്ന് തോന്നുന്നു ഇവരുടെ കമ്മീഷനും പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ടീച്ചർമാരുടെ ഈ അധ്യാപകരുടെ. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു കോൾ റെക്കോർഡ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന കണ്ടു. ആ ടീച്ചർ 3500 രൂപ കൊടുത്തു. അതിൽ GST ഉൾപ്പെടെ പിന്നെയും പണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ പരിപാടിയിൽ നിന്ന് പിന്മാറി. അവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. പിന്നീടും എന്തോ അവരുടെ പേര് ഞാൻ ഓർമ്മിച്ചു വെച്ചിരുന്നതായിരുന്നു. പിന്നീട് അവർ നിരന്തരം ഇവരെ ഫോൺ വിളിക്കുമ്പോൾ ഈ നിഘോഷ് എന്ന് പറയുന്ന ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി, തമ്മിത്തല്ലുകൾ നടത്തി ഒക്കെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ട് സർക്കാർ സമഗ്രമായ ഒരു അന്വേഷണം നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് MV ജയരാജൻ പറഞ്ഞതുപോലെ ഈ തട്ടിപ്പിൽ സമഗ്രമായ ഒരു അന്വേഷണം കൊണ്ടുവരാൻ ഇവരെന്താ മടിക്കുന്നത്? ഞങ്ങളുടെ ഫണ്ടുകളെല്ലാം GCDL കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇന്നലെ നിഘോഷ് പറഞ്ഞത്. കോടികളുടെ നഷ്ടമാണ്. എവിടെ നിന്നാണ് ഈ കോടികൾ വന്നത്? നീയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതാണോ ഈ കോടികൾ? പാവപ്പെട്ടവൻ അവൻ്റെ മക്കളെ നൃത്തം പരിശീലിപ്പിച്ച് വേൾഡ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ ദിവ്യ ഉണ്ണിയുടെ മുഖം കാണിച്ചുകൊണ്ട് ദിവ്യ ഉണ്ണിയുടെ പേര് പറഞ്ഞുകൊണ്ട് മുതലെടുപ്പ് നടത്തി അവരെ കൊണ്ടുവന്നു. ഉമാ തോമസിനെ പോലൊരു MLA അവർ വീണിട്ട് പോലും ഇവിടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരോ വീണ് കമന്ന് കിടക്കുന്നു, കുറേ പേർ ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് ഉമാ തോമസ് വീണതുകൊണ്ട് ഈ വലിയ കോടികളുടെ അഴിമതി അല്ലെങ്കിൽ കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നു. ഇല്ലെങ്കിൽ ഈ തട്ടിപ്പൊക്കെ പുറത്തു വരുമോ? ഇവന്മാര് ഇത് വാങ്ങിപ്പോവും, അടുത്ത പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തും. ഈ തട്ടിപ്പ് വിജയിച്ചു, ഈ പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തും.
കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോൾ കമ്മീഷണർ പറഞ്ഞത് എന്താ, ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന്. ഒരു കമ്മീഷണർ പറഞ്ഞതാ, പരാതിക്കാരൻ അരുൺ ദേവ് പറയുന്നതാ. അല്ല, പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അങ്ങനെ ഒരു പരാതി അവിടെ കിട്ടിയതായിട്ട് പോലും കമ്മീഷണർ അറിയില്ല എന്നാണ് പറഞ്ഞത്. അറിയില്ലെന്നാണ് അങ്ങനെ പറഞ്ഞത്. അവരെ പോലും അറിയിക്കാതെ പാലാരിവട്ടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഈ വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം അടിച്ച് പുറത്താക്കണ്ടേ, തീർച്ചയായിട്ടും നടപടി എടുക്കണ്ടേ? ഇവർ ആർക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ജനങ്ങളുടെ സേവകരെന്ന് പറയുകയും അവിടെ നിന്ന് അഴിമതിക്ക് കൂട്ടുപിടിക്കുകയും ഒരു MLA അടക്കം അവിടെ നിന്ന് വീണിട്ട് അതിനുശേഷം നമ്മളടക്കം വിളിക്കുമ്പോൾ ധാർഷ്ട്യത്തോടെയുള്ള മറുപടിയല്ലേ അവിടെ നിന്ന് കിട്ടുന്നത്? തീർച്ചയായിട്ടും ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആരാണ്? ഈ രാജാക്കന്മാരാണോ, ദൈവങ്ങളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചക്രവർത്തിമാരാണോ? ഇവരും ഈ പറയുന്ന പോലെ നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കേണ്ട ആൾക്കാരല്ലേ. പക്ഷെ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ കളികളുണ്ട്. ഇല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇങ്ങനെ സംസാരിക്കാനൊന്നും ധൈര്യപ്പെടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും തട്ടിപ്പിൻ വിശദമായി ഈ പറയുന്ന ഒരു നടൻ, അതിൻ്റെ പേര് എന്നോട് മറന്നുപോയി, എന്തായിരുന്നു ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന ലിജോയ് വർഗീസ്. അദ്ദേഹത്തെ പിന്നെ ബ്രാൻഡ് അംബാസിഡർ ആണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞു. ചോദ്യം ചെയ്തോ? ഇല്ല, ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെയൊക്കെ വളരെ ഫലപ്രദമായി ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദിലീപ് അങ്ങനെ ആയിരിക്കണമായിരുന്നു. എന്ന്